തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തൂടെ പോകുന്ന ആമ്പഴഞ്ഞാൻ തോട്ടിൽ തൊഴിലാളി കുഴുങ്ങി ചവറിനുള്ളിലേക്ക് ഒഴുകിപ്പോയി. ഇന്ന് രാവിലെ 11 മണിക്ക് നടന്ന സംഭവം. 10-11 മണിയോടുകൂടി തിരുവനന്തപുരം നഗരത്തിൽ അതിശക്തമായ മഴ പെയ്തു. ആമ്പഴഞ്ഞാൻ തോട്ടിലെ മാലിന്യം വലിച്ചു മാറ്റി വിട്ടെങ്കിൽ മാത്രമേ ആ വെള്ളം സുഗമമായിട്ട് ഒഴുകുകയുള്ളൂ. അതിലേർപ്പെട്ടിരുന്ന 3 തൊഴിലാളികൾ മഴവെള്ളം ആമ്പഴഞ്ഞാൻ തോട്ടിൽ കൂടി പൊങ്ങി വരുന്ന കണ്ട് പേടിച്ച് അവർ 3 പേരും കരയ്ക്ക് കയറാൻ ശ്രമിച്ചു. 2 പേര് കയറി, ഒരാൾ അല്പം താമസിച്ചു. വെള്ളത്തിൻ്റെ ഒഴുക്കിൽ റെയിൽവേയുടെ കലുങ്കിൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്ന മലിനജലത്തിൽ കൂടെ അദ്ദേഹം ഒഴുകിപ്പോയി. ഇത് ആമ്പഴഞ്ഞാൻ തോട്ടിലെ വെള്ളം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ മലിനജലം തന്നെയാണ്. ആ തോട്ടിൽ നിറയെ മാലിന്യ വസ്തുക്കളാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റുകൾ, അഴുകി നാറിയ അന്തരീക്ഷം തന്നെയാണ്. അവിടെ ഈ മഴ പെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ കൂടി വെള്ളം ഒഴുകാതെ വരുന്ന സന്ദർഭത്തിൽ തൊഴിലാളികൾ അവിടെ ഇറങ്ങി നിന്ന് കുറച്ച് മാലിന്യം മാറ്റിക്കളഞ്ഞ് വെള്ളം ഒഴുകാൻ അവർ ശ്രമിക്കും, അവർ സഹായിക്കുന്നു. ഇത് വർഷങ്ങളായിട്ട് ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ഇപ്പം അതിശക്തമായ മഴ കാരണം മാലിന്യത്തിൻ്റെ ഒഴുക്കിനൊപ്പം, അല്ലെങ്കിൽ മാലിന്യം വെള്ളത്തിൽ കൂടെ ഒഴുകുന്ന ഒപ്പം വെള്ളം പെരുകുന്നു. അപ്പം ഒഴുകിപ്പോകുന്ന ആ ഓടകൾ മുഴുവൻ മാലിന്യം കൊണ്ട്, അതുപോലെ വേസ്റ്റ് കൊണ്ട് അത് സ്റ്റക്കായി വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. എന്നാൽ മഴ പെയ്യുമ്പോൾ അതിശക്തമായി വെള്ളം വരുമ്പം കുറേ മാലിന്യങ്ങൾ അങ്ങോട്ട് അതിശക്തമായി ഒഴുകും. ആ ഒഴുക്കിൽ അവിടെ നിന്ന് ജോലി ചെയ്ത തൊഴിലാളി കുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിൻ്റെ റൂട്ട് തിരുവനന്തപുരം സിറ്റിയിലുള്ളവർക്ക് നന്നായിട്ടറിയാം. ഇത് വഴുതക്കാട് ഭാഗത്തുനിന്ന് വന്ന് ആ സ്വിമ്മിംഗ് പൂൾ, സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ കൂടെ വരുന്ന ആ ആമ്പഴഞ്ഞാൻ തോട് ആ വഴി വന്ന് നേരെ ബേക്കർ ജംഗ്ഷനിൽ വരും. ബേക്കർ ജംഗ്ഷനിൽ നമുക്കറിയാം, അതിൻ്റെ സൈഡിലുള്ള ആ കൽക്കെട്ടിൻ്റെ സൈഡിൽ കൂടെ അത് ഒഴുകി ചെങ്കച്ചൂള വഴി ഒഴുകി വീണ്ടും അത് KSRTC ഈ ബസ് സ്റ്റാൻഡിന് അങ്ങോട്ട് ഉള്ള എട റോഡിൽ കൂടെ ഒരു മുസ്ലിം പള്ളിയുടെ സൈഡിൽ കൂടെ ഒഴുകി അത് KSRTC ബസ് സ്റ്റാൻഡ് അവിടെ വന്ന ശേഷം അത് റോഡിൻ്റെ അടിയിൽ കൂടെ റെയിൽവേയുടെ അടിയിലോട്ട് പ്രവേശിച്ച് അവിടെ നിന്ന് ആ മാലിന്യം ഒഴുകി പവർ ഹൗസ് റോഡിൽ പ്രവേശിച്ച് അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകി വീണ്ടും ആ മാലിന്യങ്ങളും ആമ്പഴഞ്ഞാൻ തോടും സഞ്ചരിച്ച് നമുക്കറിയാം ഗണപതി പഴവങ്ങാടി ഗണപതിക്കോളിൻ്റെ സൈഡിൽ കൂടെ, പഴയ കാലത്തെ സെൻട്രൽ തിയേറ്ററിൻ്റെ സൈഡിൽ കൂടെ, അല്ലെങ്കിൽ പുത്തരിക്കണ്ട മൈതാനത്തിൻ്റെ സൈഡിൽ കൂടെ ഒഴുകി അത് ഗണപതിക്കോലിൻ്റെ അവിടെ വന്നിട്ട് അവിടുന്ന് നേരെ തകരപ്പറമ്പ് റോഡ് വഴി വഞ്ചൂർ വന്ന് അത് പാറ്റൂർ വഴി തിരിഞ്ഞൊഴുകി അത് കണ്ണമ്മൂല വഴി വേളിക്കായലിൽ വന്ന് പോകുന്നതാണ് തിരുവനന്തപുരം സിറ്റിയുടെ ഭാഗത്തെ ആമ്പഴഞ്ഞാൻ തോടിൻ്റെ ആ സ്ഥലങ്ങൾ, ഒഴുകുന്ന സ്ഥലങ്ങൾ. ഈ ആമ്പഴഞ്ഞാൻ തോട് റെയിൽവേയുടെ അവിടെ വരുമ്പം ഒരു കലുങ്ക്, വലിയ വിസ്തൃതമായ വീതിയുള്ള കലുങ്കിൻ്റെ അടിയിൽ കൂടെയാണ് ആമ്പഴഞ്ഞാൻ പോകുന്നത്. ആ കലുങ്കിൻ്റെ അടിയിലേക്ക് തിരുവനന്തപുരത്തെ പല മാലിന്യ കൂമ്പാരങ്ങളാണ്. വർഷങ്ങളായിട്ട് ഇത് തന്നെ. അതിൻ്റെ കലുങ്കിൻ്റെ അടിയിലെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ആ കലുങ്കിൻ്റെ അടിയിലേക്ക് തന്നെയാണ്, റെയിൽവേയുടെ പാളത്തിനടിയിലുള്ള കലുങ്കിൻ്റെ അടിയിലേക്കാണ് ഈ പാവപ്പെട്ട തൊഴിലാളി 42 വയസ്സുള്ള ജോയി ഒഴുകിപ്പോയത്. ഇപ്പോൾ ഏകദേശം 6-8 മണിക്കൂറായി. ഇതുവരെ ജോയിയെപ്പറ്റി യാതൊരു വിവരവുമില്ല. അവിടെ ഇറങ്ങിയിരിക്കുന്ന ഫയർഫോഴ്സുകാരും മാലിന്യം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന തൊഴിലാളിയും പോലീസുകാരും അതോടൊപ്പം തന്നെ സ്കൂബ ഡൈവേഴ്സും ഒക്കെ രംഗത്തുണ്ട്. ദുഷ്കരമായ അപകടകരമായ ഒരു ദൗത്യമാണ് അവർ ചെയ്യുന്നത്.
അത് വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അപകടം ഇതിന് ഈ ആളെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ അയാളെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഴ വന്നാൽ ദൗത്യം പരാജയപ്പെടും. മഴ വന്നാൽ പെട്ടെന്ന് ജലം നിറയുന്ന സ്ഥലമാണ് ആമയിഴഞ്ചാൻ തോട്. അതുകൊണ്ട് കലുങ്കിൻ്റെ അടിയിലെ സ്ഥിതി എന്താണെന്ന് വർഷങ്ങളായിട്ട് റെയിൽവേക്കോ അതുപോലെ കോർപ്പറേഷനോ അറിയില്ല എന്നുള്ളതാണ്. അതിലേക്ക് സ്കൂബ ഡ്രൈവേഴ്സിനെ ഇറക്കി വിടുന്നത് ദുഷ്കരമാണ്, അപകടകരമാണ്. അതെന്തായാലും വളരെ സൂക്ഷിക്കണം. വെള്ളം നന്നായിട്ട് പറ്റിക്കഴിഞ്ഞ് ആ കലുങ്കിന് അടിയിലുള്ള ആ മാലിന്യക്കൂമ്പാരം അത് മാറ്റിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആളെ കണ്ടെത്താൻ കഴിയുള്ളൂ. ആളെവിടെയെങ്കിലും അതിനടിയിൽ തങ്ങിയിരുന്ന് ശ്വാസം വിടുന്നുണ്ടോ, എയർ കിട്ടുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ദൗത്യം വളരെ ദുഷ്കരമാണ്. ആ സ്കൂബ ഡൈവേഴ്സ് അവരുടെ അരയിലും അവരുടെ കയ്യിലും ഒക്കെ അഡീഷണലായിട്ടുള്ള ബെൽറ്റ് കെട്ടി അവർ അതേ പിടിച്ച് വൈബ്രേറ്റ് ചെയ്യുമ്പം ഇവരെ തിരിച്ചെടുക്കാനുള്ള സംവിധാനത്തോടു കൂടി മാത്രമേ അവരെ അതിനുള്ളിലേക്കെങ്കിലും വിടാൻ കഴിയുള്ളൂ. അവരൊരു 20 മീറ്റർ കലുങ്ങിനടിയിലേക്ക് പോയി അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതായിട്ട് അറിയും. കാരണം ആ സമയത്ത് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെള്ളം ഒഴുകി വരുന്ന അല്ലാതെ സൈഡിൽ കൂടെയുള്ള ആ മലിനജലങ്ങൾ ഒഴുകി വന്ന് പെട്ടെന്ന് ഇവർ നിൽക്കുക. ഈ സ്കൂബ ഡൈവേഴ്സ് നിൽക്കുന്നിടത്ത് അവിടെ പെട്ടെന്ന് വെള്ളം കൂടിക്കഴിഞ്ഞാൽ അതുങ്ങളുടെ സ്ഥിതി അപകടത്തിലാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ. കാരണം ആ ജോയി എന്നയാൾ അവിടെ എവിടെയെങ്കിലും പോയി കുരുങ്ങിയിട്ടുണ്ട്. അയാൾക്ക് ശ്വാസം അല്പസ്വല്പം കിട്ടി വലിച്ച് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടോ ഇല്ലയോ ഒരു അതിദാരുണമായ സിറ്റുവേഷൻ തന്നെയാണത്. അത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വളരെ ബുദ്ധിപൂർവ്വം മാത്രമേ ഇതിൽ എക്സ്പെർട്ടായ തൊഴിലാളികൾ അവിടെയുണ്ട്. അല്ലാതെ വലിയ IAS IPS ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവിടെ ഈ മാലിന്യജലത്തിൻ്റെ അവിടെ ഒഴുക്കി ഇത്രയും വർഷങ്ങളായിട്ട് പണിയെടുത്ത തൊഴിലാളികളുണ്ട്. കുറേയൊക്കെ അവിടുത്തെ സിറ്റുവേഷൻസ് അറിയാം. അവരുടെ സേവനം അടിയന്തരമായിട്ട് ഫയർഫോഴ്സുകാരും സ്കൂബ ഡൈവേഴ്സും അവരുടെ സേവനം ലഭ്യമാക്കണം. അവിടെ പരിചരിച്ച 2 പേർ അവരുടെ സമീപത്ത് തന്നെയുണ്ട്. കൂടാതെ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരും ഉണ്ടാവും. അവരുടെയൊക്കെ സേവനം പെട്ടെന്ന് ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ട് വളരെ അധികം സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു ജോലിയാണത്. ആ വേസ്റ്റ് അവിടുന്ന് മാറ്റി ഇതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഇയാളെ റെസ്ക്യൂ ഓപ്പറേഷൻ അത് എടുക്കാൻ സമയങ്ങളെടുക്കും. അതുകൊണ്ട് വേസ്റ്റ് ഒഴുക്കി കളയുന്നതിന് പകരം വേസ്റ്റ് അവിടെ എവിടെയെങ്കിലും തടഞ്ഞു നിർത്തി ആ വേസ്റ്റ് കൂമ്പാരം ഏതെങ്കിലും സൈഡിൽ തടഞ്ഞു നിർത്തിയിട്ട് സ്കൂബ ഡൈവേഴ്സിനെ ട്രാക്കുണ്ടാക്കി വിട്ട് അവിടെ പോകാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ അതുങ്ങളെ വിടാൻ പറ്റുള്ളൂ. അടുത്തൊരു ജീവൻ അപകടത്തിലാകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കാര്യം വളരെയധികം ഇതിന് അവിടെ ലീഡർഷിപ്പ് കൊടുക്കുന്നവർ ശ്രദ്ധിക്കണം. ഫയർഫോഴ്സുകാർ ശ്രദ്ധിക്കണം, പോലീസ് ശ്രദ്ധിക്കണം, അതുപോലെ കോർപ്പറേഷൻകാരും ശ്രദ്ധിക്കണം. ഈ മാലിന്യം തിരുവനന്തപുരത്തിൻ്റെ ശാപമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വർഷങ്ങളായി മാലിന്യങ്ങൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ നിറഞ്ഞ് കവിഞ്ഞ് സ്റ്റക്കായി അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലത്ത് ഇടയ്ക്ക് വെള്ളം ഒഴുകി ചെന്ന് ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് പോയി പൊത്ത് കയറിയാൽ അയാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആ ആമയിഴഞ്ചാൻ തോടിൻ്റെ അവസ്ഥ അല്ലാതെ ചെറിയ ചെറിയ കിള്ളിപ്പാലത്തെന്ന് പറഞ്ഞാൽ ചില തോടുകൾ എല്ലാം നമുക്ക് അറിയാം. എയർപോർട്ടിൻ്റെ സമീപത്തൂടെ പോകുന്നുണ്ട്. അവിടെയും ഹൈലി റിസ്ക്കാണ് മാലിന്യം നിറഞ്ഞു നിൽക്കുന്നത്. അത് കോർപ്പറേഷൻ്റെ ഒരു കഴിവുകേട് തന്നെയാണ്. മാലിന്യം ഇടാൻ കോർപ്പറേഷന് സ്ഥലമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ആമയിഴഞ്ചാൻ തോട് പോലെയുള്ള ചെറിയ ചെറിയ തോടുകളിൽ നിന്നുള്ള വാരിക്കൂട്ടുന്ന ഒരു ആ വേസ്റ്റ് എവിടെ കൊണ്ട് നിക്ഷേപിച്ചാലും ശരി, ഈ മലിനജലവും ഒഴുകുന്ന തോടുകളെല്ലാം എപ്പോഴും വളരെ ക്ലീനായിട്ട് വെച്ചില്ലെങ്കിൽ തിരുവനന്തപുരം നഗരം അപകടത്തിലാവും. കാരണം ഇപ്പോൾ ഒരു മഴയ്ക്ക് തിരുവനന്തപുരം നഗരത്തിലെ സിറ്റികളിൽ എല്ലായിടത്തും വെള്ളം കയറുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം പല രീതിയിലുള്ള ചെറിയ ചെറിയ മാലിന്യങ്ങളെല്ലാം പൊത്തുകളും അടച്ച് വെള്ളം പോകാത്ത പരിസ്ഥിതിയിൽ പെട്ടെന്ന് വെള്ളം പൊങ്ങുന്ന അവസ്ഥയാണ്. അത് തിരുവനന്തപുരം നഗരത്തെ ഒരു ശാപമായി കൊച്ചി പോലെ തന്നെ ഇവിടെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് വളരെ ശ്രമകരമായ ഒരു ജോലി ഇതിൻ്റെ പിന്നിലുണ്ട്. അത് കോർപ്പറേഷൻ കൂടുതൽ പണം മുടക്കി ഈ ഒരു കാര്യം ശരിയായിട്ടില്ലെങ്കിൽ ഇവിടെ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള, കാരണം എലിയും അതുപോലെ തന്നെ കൊതുകിൻ്റെയും ഒരു കേന്ദ്രം തന്നെയാണ്. വേസ്റ്റുകൾ
ഇടാനായിട്ട് സ്ഥലം നമുക്കില്ല. കോർപ്പറേഷന് സ്ഥലം ലഭിക്കുകയുമില്ല. കാരണം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ കൺസ്യൂമർ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് മലയാളികളാണ്. അതുകൊണ്ട് ടണ്ണ് കണക്കിന് ഗ്രാമങ്ങളിലും വേസ്റ്റുകൾ കുമിഞ്ഞു കൂടിയിരിക്കുന്നു. അതൊന്നും വെട്ടി നിരത്തി ഭൂമിക്കടിയിലിടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമുക്കില്ല. അങ്ങനെയുള്ള സംവിധാനമൊന്നും എല്ലാം പരാജയമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഈ മാലിന്യങ്ങൾ നശിപ്പിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒഴുകിപ്പോകുന്ന മാലിന്യങ്ങളുടെ കൂടെ ഇലക്ട്രോണിക് വേസ്റ്റുകൾ, ടി വിയും അതുപോലെ ഫ്രിഡ്ജിൻ്റെ ഭാഗങ്ങളും അങ്ങനത്തെ നമുക്കറിയാം AC-യുടെ ഭാഗങ്ങൾ പലതും റോട്ടിൽ വലിച്ചെറിഞ്ഞ് ഈ സ്ഥലങ്ങളിലെല്ലാം സ്റ്റക്കായിട്ട് കയറി കിടക്കുകയാണ്. ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ നശിപ്പിക്കാനുള്ള സംവിധാനം ഇന്ന് വരെ ലോകത്തില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് സാധനം ഉപയോഗിക്കുന്ന കേരളത്തിൽ ഡിജിറ്റലായിട്ടുള്ള എല്ലാ സാധനങ്ങളും മണ്ണിൽ ലയിക്കാത്തതാണ്. അതും ഈ തോടുകളിലെല്ലാം വന്ന് നിറഞ്ഞ് സ്റ്റക്കായി വെള്ളത്തിൻ്റെ ഒഴുക്ക് തടഞ്ഞിരിക്കുകയാണ്. അത് മുഴുവൻ ആ ഒഴുക്ക് വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളത് ശ്രമകരമാണ്. അത് പ്രായോഗികമായിട്ട് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അതിന് ശ്രമിച്ചാൽ തന്നെ, അതുപോലെ പണം മുടക്കി ശ്രമിച്ചാൽ തന്നെ ഒരു 10, 20, 30% ഈ തോടുകളിലെ സൈഡിലെ മാലിന്യങ്ങൾ മാറ്റാനേ കഴിയുള്ളൂ. അതിലപ്പുറമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. അതിനുള്ള സാമ്പത്തിക ശേഷി കോർപ്പറേഷനോ സർക്കാരിനോ ഇല്ല. അതുകൊണ്ട് ഇത് മലയാളികൾക്കുള്ള ഏറ്റവും വലിയൊരു ശാപം തന്നെയാണ്. ഇതിന് വേറൊരു മാർഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.